ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രെഡും നേന്ത്രപ്പഴവും വെച്ചിട്ട് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിതാ ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കോഴിമുട്ടയാണ്, ഒരു 2 കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട 3 വരെ എടുക്കാവുന്നതാണ്. ഒരു നേന്ത്രപ്പഴത്തിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് ഒരു 2 കോഴിമുട്ട വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 സ്ലൈസ് ബ്രെഡും കൂടി ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 സ്ലൈസ് ബ്രെഡെങ്കിലും ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഒട്ടും തരികളോ കട്ടുകളോ ഒന്നും ഇല്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നേരെ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇതിവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം വേണം ഇതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കൊരു പലഹാരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എണ്ണയില്ലാത്ത പലഹാരമൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ബ്രെഡും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിലെന്ന ഓപ്ഷൻ കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്